എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കുന്ന LDC, LGS ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള SCRT കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സിലബസ് കംപ്ലീഷന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ 2024 LDCക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും കുറച്ച് കാര്യങ്ങൾ പഠിച്ച് മുന്നേറാം എന്ന രീതിയിലാണ്. ഇതിൽ എന്തൊക്കെയാണ് ഈ ടൈം ടേബിളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ LDC സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും ആ ടോപ്പിക്സിന്റെ SCRT ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പം കേരള ഗവേണൻസ് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ റാങ്ക് ഫയൽ അങ്ങനെയുള്ള ബുക്കുകളൊക്കെ നോക്കി പഠിക്കണ്ടേ. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടി ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതിൻ്റെ വൊക്കാബുലറി സെക്ഷൻസ്, കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ടൈം ടേബിൾ ആണ്. അപ്പം എല്ലാവരും ഈ ടൈം ടേബിൾ ഫുള്ളായിട്ട് ഒന്ന് കാണണം കേട്ടോ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് തുടങ്ങാൻ പോകുന്നത് നെക്സ്റ്റ് മൺഡേ മുതലാണ്. അപ്പോൾ മൺഡേ ടു സാറ്റർഡേ വരെ ക്ലാസ്സും സൺഡേ റിവിഷൻ പ്ലസ് എക്സാം എന്ന രീതിയിലാണ് ഈ ടൈം ടേബിൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ടൈം ടേബിളിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടേതായ രീതിയിൽ അല്ലേ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൂടി എഫേർട്ട് എടുത്താലാണ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടൈം ടേബിളിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ചും കൂടി സമയമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ PSC ബുള്ളറ്റിൻ അല്ലെങ്കിൽ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അങ്ങനെ പല കാര്യങ്ങൾ പല പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആഴ്ചയിൽ പഠിച്ച് തീർത്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പം ഫസ്റ്റ് മൺഡേയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട, ടൈം വെച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഒരു 30-40 മാർക്കൊക്കെ ആയിരിക്കും കിട്ടുള്ളൂ. അത്ര കിട്ടാത്തവരും ഉണ്ടാവും തുടക്കക്കാരാണെങ്കിൽ. എന്നാലും സാരമില്ല, ആൻസർ ചെയ്ത് നോക്കുക. ടൈം വെച്ച് തന്നെ ആൻസർ ചെയ്യാനും ശ്രമിക്കുക. അപ്പം അങ്ങനെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമുണ്ട്, അതായത് ഒരാഴ്ചയിൽ ഫസ്റ്റ് ഡേ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഈ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പം എല്ലാത്തിൻ്റെയും, അതായത് LGS മെയിൻസ്, LDC മെയിൻസ്, പിന്നെ ഡിഗ്രി ലെവൽ, +2 എല്ലാത്തിൻ്റെയും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ LGSൻ്റെയും LDCയുടെയും ആദ്യം തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതേ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എല്ലാ ദിവസവും പഠിച്ചു പോവുക, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്ത് പോവുക എന്നുള്ളത്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനും എക്സ്ട്രാ എഫേർട്സ് ഇത് പറയുന്നത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള എഫേർട്സ് എടുക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആ ഒരു കറണ്ട് അഫയേഴ്സ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദിവസവും ഇത്ര കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. അതിൻ്റെ എക്സാം നടത്താറുണ്ട്. അപ്പോൾ കുറച്ച് മടിയുള്ള കാര്യമാണല്ലേ കറണ്ട് അഫയേഴ്സ്. എക്സാം ഒക്കെ എഴുതുന്നവർ കുറവാണ്. പക്ഷെ അങ്ങനെ മടി വിചാരിക്കരുത്. നല്ല റാങ്ക് വാങ്ങണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. അപ്പോൾ നമുക്കിനി എന്താണ് ഈ ടൈം ടേബിളിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. ഒരു 145 ദിവസത്തെ ടൈം ടേബിൾ ആണ്. 145 എന്ന് കേട്ട് പേടിക്കേണ്ട. എക്സാമിന് മുന്നേ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ജനുവരിയിൽ ഇതെന്നാണ് ഡേറ്റ് എന്നുള്ളത് വരും അല്ലേ. അപ്പോൾ ആ ഡേറ്റ് വരുന്നതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. അതുകൊണ്ട് തുടക്കക്കാർ ഇത് വലുതാണ് എന്ന് വിചാരിച്ച് മാറി നിൽക്കണ്ട. എല്ലാം തക്കതായ ആ ഒരു ദിവസം പഠിക്കേണ്ട, ഓവർലോഡ് എന്ന രീതിയിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ വർഷം 2024, അടുത്ത വർഷം 2024 വരുന്ന എല്ലാ എക്സാംസിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടൈം ടേബിളിലേക്ക് പോവാം അല്ലേ. എന്തൊക്കെയാണ് ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ ദിവസം ഇംഗ്ലീഷ് സിനോണിംസ് മിനിമം 10 എണ്ണമാട്ടോ. അതിൽ കൂടുതൽ പഠിക്കാൻ പറ്റുന്നവർ അതിൽ കൂടുതൽ പഠിക്കാം. പിന്നെ നമ്മൾ ആദ്യം തുടങ്ങിയിരിക്കുന്നത് ജോഗ്രഫിയാണ്. കേരള ജോഗ്രഫി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. എന്നാലും തുടക്കക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ കോഴ്സ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോഗ്രഫിയിലെ 2 ചാപ്റ്റേഴ്സ് ആയ കേരളക്കരയിലും കേരളം, മണ്ണും മഴയും മനുഷ്യനും, ഇതാണ് ഫസ്റ്റ് ഡേ നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഡേയിൽ മലയാളത്തിലെ പദശുദ്ധി നോക്കണം. പിന്നെ ഇന്ത്യ ജോഗ്രഫിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്ത്യയും ഇന്ത്യയിലൂടെയും പഠിക്കാം. മൂന്നാമത്തെ ദിവസം
മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. അപ്പൊ മാത്സ് ഇപ്പോൾ 1 എന്നിട്ടേക്കുന്നത് കണ്ടോ, അതായത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ആയിട്ട് നമ്മൾ തീർത്താൽ മതി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യ ജോഗ്രഫിയിലെ തന്നെ വൈവിധ്യങ്ങളുടെ ഇന്ത്യയും, പിന്നെ കല, കായികം, സാംസ്കാരികം ഒക്കെ സംസ്കാരമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ അതിൽ കലയിൽ നിന്ന് കേരള കലാമണ്ഡലം, കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി എന്നിവ പഠിക്കുക. 4-ാമത്തെ ദിവസം മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, പിന്നെ അതിന്റെ കൂടെ തന്നെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കേരള ജോഗ്രഫിയും ഇന്ത്യ ജോഗ്രഫിയും വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് നിങ്ങൾ കാണും. പിന്നെ കലയില് പ്രശസ്ത എഴുത്തുകാർ ഏത് ഇതിലാണ് എന്നുള്ളതും അവരുടെ കൃതികൾ ഏതാണ് എന്നുള്ളതും പഠിക്കാം. പിന്നെ 5-ാമത്തെ ദിവസം നമ്മൾ കുറച്ച് റാങ്ക് ഫയൽ നോക്കിയിട്ട്, അതായത് ഇപ്പൊ കേരള ജോഗ്രഫി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യ ജോഗ്രഫി ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു. പക്ഷെ കുറച്ചും കൂടി ടോപ്പിക് വൈസ് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്. എപ്പോഴും ചോദിക്കുന്ന ഏരിയയാണ് കേരളത്തിലെ നദികൾ, വന്യജീവി സങ്കേതങ്ങൾ, ഉത്തര മഹാസമതലം, പിന്നെ കായികത്തിലെ ഒളിമ്പിക്സിലെ പ്രധാന വേദികൾ, അതായത് ഇന്ന വർഷം ഇന്നതായിരുന്നു വേദി, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഇംഗ്ലീഷിലെ 10 ആന്റണിംസ്. 6-ാമത്തെ ദിവസം ഉപദ്വീപീയ പീഠഭൂമി, ഉപദ്വീപീയ നദികൾ, കേരളത്തിലെ കാലാവസ്ഥ, പിന്നെ മലയാളം ഒറ്റപ്പദം. ഇതും ഇന്ത്യ ജോഗ്രഫിയെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ക്ലാസ് കൊടുത്തു തരാം കേട്ടോ. പിന്നെ 7-ാമത്തെ ദിവസം റിവിഷൻ. അപ്പൊ 6 ദിവസം നമ്മൾ പഠിച്ചത് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും 7-ാമത്തെ ദിവസം നടക്കുന്നത്. അപ്പൊ ആ എക്സാം നിങ്ങൾ എഴുതുക, എന്നാലാണ് എത്രത്തോളം പഠിച്ചു വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി 8-ാമത്തെ ദിവസം അപ്പൊ നമ്മൾ രസതന്ത്രത്തിലേക്ക് കിടക്കുകയാണ്. അതിൽ 3 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സിമ്പിൾ ആയതുകൊണ്ടാണ് ഒരുമിച്ചിട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? ജീവജലം, ചേർക്കാം പിരിക്കാം, ആസിഡുകളും ആൽക്കലികളും. പിന്നെ മലയാളത്തിൽ പര്യായം 10 മിനിമം 10 പഠിച്ചിരിക്കണം ഓരോ ദിവസവും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് SCERTയുടെ 5-ാം ക്ലാസ് മുതൽ മുകളിലേക്കാണ് ഇട്ടിട്ടുള്ളത്. വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് 8, 9, 10 മാത്രം പഠിക്കാം. പക്ഷെ ഒരു ബേസ് എന്ന രീതിയിൽ 5 മുതൽ പഠിക്കുകയാണ്. ഇപ്പൊ 5 പഠിക്കുന്നതിന്റെ കുറച്ച് വലുതായിട്ട് 6, കുറച്ചും കൂടി കൂടുതലായിട്ട് 7, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും. നേരെ 10ലേക്ക് പഠിക്കുമ്പോൾ കുറേ പഠിക്കാനും ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കും പോയിട്ടുള്ളത്. 9-ാമത്തെ ദിവസം രസതന്ത്രത്തിലെ സുരക്ഷാ ഭക്ഷണത്തിലും, പിന്നെ മാത്സിൽ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, അത് 2 ദിവസമായിട്ട് നമുക്ക് നോക്കാം, അതുകൊണ്ടാണ് 1 ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ കറന്റ് അഫയേഴ്സ് 2023 ജാനുവരി 1 നോക്കണം. ഫുൾ ആയിട്ട് ഒരു മന്ത്ലി കറന്റ് അഫയേഴ്സ് നോക്കിയാൽ മതി. ഓൾറെഡി നമ്മൾ ജാനുവരി കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലേ. ജാനുവരി ഫെബ്രുവരി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു മന്ത്ലി കറന്റ് അഫയേഴ്സ് ഒന്നും കൂടി ഓടിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോയിന്റ്മെന്റ്സ്, സ്പോർട്സ്, ഇവന്റ്സ്, അങ്ങനെയുള്ളതൊക്കെ ഓടിച്ചു നോക്കുക. അവാർഡ്സ്. ഓക്കെ, പിന്നെ കായികത്തിലെ പ്രധാന അവാർഡുകൾ, ഖേൽരത്ന അവാർഡ്, അങ്ങനെയുള്ള അവാർഡ് ഉണ്ടല്ലോ, ധ്യാൻചന്ദ്, അതൊക്കെ നോക്കുക. 10-ാമത്തെ ദിവസം രസതന്ത്രത്തിലെ പദാർത്ഥ സ്വഭാവം, പിന്നെ മാത്സിൽ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും നോക്കുക. കായികത്തിലെ വിന്റർ ഒളിമ്പിക്സ്, പിന്നെ ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ റാങ്ക് ഫയലിൽ നിന്ന് എക്സ്ട്രാ ഒന്നും കൂടി നോക്കണം. പിന്നെ 11-ല് രസതന്ത്രത്തിലെ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ, പിന്നെ രാസമാറ്റങ്ങൾ, ഈ 2 ചാപ്റ്റേഴ്സും രസതന്ത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പഠിക്കണം. കൂടാതെ പാരാ ഒളിമ്പിക്സും ഇംഗ്ലീഷിലെ ടൈപ്പ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്. അപ്പോൾ ഇംഗ്ലീഷിലും നമ്മൾ 2 ദിവസമൊക്കെ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, ആദ്യം ടൈപ്സ് ഓഫ് സെന്റൻസ് പഠിക്കാം, പിന്നത്തെ ദിവസം നമുക്ക് ഇന്റർചേഞ്ച് പഠിക്കാം, ആ രീതിയിൽ പഠിക്കാം. ഓക്കെ, 12-ല് കണ്ടോ ഇംഗ്ലീഷിലെ ടൈപ്പ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, ബാക്കിയുള്ളത് പഠിക്കാനും. പിന്നെ രസതന്ത്രത്തിൽ നിന്ന് ലോഹങ്ങൾ, ലായനികൾ എന്ന ചാപ്റ്റേഴ്സും, കായികത്തിലെ പാരാ ഒളിമ്പിക്സ്. 13-ാമത്തെ ദിവസം രസതന്ത്രത്തിലെ ജലവും ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും പഠിക്കണം. പിന്നെ ഇംഗ്ലീഷിൽ ഫ്രേസൽ വെർബ്സ് നോക്കുക. 14-ാമത്തെ ദിവസം റിവിഷൻ ആണ്. 15-ലെ രസതന്ത്രത്തിലെ ആറ്റത്തിന്റെ ഘടന, പിന്നെ കറന്റ് അഫയേഴ്സ്, ഫെബ്രുവരി 2023 കറന്റ് അഫയേഴ്സ്, 10 മിനിമം 10 ശൈലികളെങ്കിലും മലയാളത്തിൽ നിന്നും പഠിക്കുക. 16-ാമത്തെ ദിവസം രസതന്ത്രം രാസബന്ധനം, പിന്നെ മലയാളം ഒറ്റപ്പദം, ഇംഗ്ലീഷിൽ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുക. കായികത്തിലെ ഏഷ്യൻ ഗെയിംസും ആഫ്രോ ഏഷ്യൻ ഗെയിംസും നോക്കണം. അപ്പൊ ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ SCERT ഏത് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, സമഗ്ര കയറിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. അതല്ലെങ്കിൽ എൻ്റെ ക്ലാസ് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതായത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക. SCERT ബേസ് ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരള ജോഗ്രഫി, ഇന്ത്യ ജോഗ്രഫി, രസതന്ത്രമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ പേര് പറഞ്ഞുകൊണ്ട് അതിലേക്ക് നമ്മൾ പോയത്. ഓക്കെ, 17-ാമത്തെ ദിവസം രസതന്ത്രത്തിലെ റിഡോക്സ് പ്രവർത്തനവും രാസപ്രവർത്തന വേഗവും, പിന്നെ മലയാളത്തിലെ വിപരീതവും, ഇംഗ്ലീഷിലെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ബാക്കി പഠിക്കുക.
18ാമത്തെ ദിവസം രസതന്ത്രത്തിലെ പീരിയോഡിക് ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇംഗ്ലീഷിൽ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഇതും കൂടി പഠിക്കാം. അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷിലെ കളക്റ്റീവ് നൗൺസും പഠിക്കണം. 19ാമത്തെ ദിവസം രസതന്ത്രത്തില് ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ പഠിക്കാം. ഇന്ന് മുതൽ പിന്നെ നമ്മൾ കമ്പ്യൂട്ടറും കൂടി ആഡ് ചെയ്യാണ് കേട്ടോ. കമ്പ്യൂട്ടറും ഇക്കണോമിക്സ് ഒക്കെ നമുക്ക് +1 +2 ചാപ്റ്റേഴ്സും പഠിക്കാം. അതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 10 വരെയുള്ള നമ്മളെല്ലാം തറവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 വരെയുള്ളതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എക്സ്ട്രാ ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ +1 ചാപ്റ്റേഴ്സും കൂടി നമുക്ക് നോക്കി പോവാം. അപ്പോൾ കമ്പ്യൂട്ടറിൽ വിവരസഞ്ചയത്തിലേക്കും പിന്നെ കായികം, കോമൺവെൽത്ത് ഗെയിംസ് നോക്കുക. 20ാമത്തെ ദിവസം രസതന്ത്രത്തിലെ അലോഹങ്ങളും ഇംഗ്ലീഷിൽ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടും 21 റിവിഷൻ ആണ്. 22 കാർബണിന്റെ ലോകം, രസതന്ത്രത്തിൽ നിന്ന് കാർബണിന്റെ ലോകവും കമ്പ്യൂട്ടറിലെ വിവരവീഥിയിലൂടെയും പിന്നെ മലയാളം ഒറ്റപ്പദവും പഠിക്കുക. 23 രസതന്ത്രം, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. അത് കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഒന്നെന്നിട്ട് കേട്ടോ. അടുത്ത ദിവസം 24ാമത്തെ ദിവസം അത് പഠിക്കാം നിങ്ങൾക്ക്. പിന്നെ കമ്പ്യൂട്ടറിലെ വിസ്മയ ലോകം വിരൽത്തുമ്പിലും 2023 മാർച്ചിലെ കറണ്ട് അഫയേഴ്സും നോക്കാം. 24 നമ്മൾ പറഞ്ഞില്ലേ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ബാക്കി പഠിക്കാം. പിന്നെ കമ്പ്യൂട്ടറിലെ എൻ്റെ കമ്പ്യൂട്ടർ എന്ന ചാപ്റ്ററും മലയാളം പര്യായവും നോക്കുക. 25ാമത്തെ ദിവസം രസതന്ത്രത്തിലെ ബാധക നിയമങ്ങളും മോൽ സങ്കല്പനവും പിന്നെ കമ്പ്യൂട്ടറിലെ സൈബർ കുറ്റകൃത്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണല്ലേ, അത് പഠിക്കുക. ഇംഗ്ലീഷ് ഇഡിയംസും നോക്കുക. 26ാമത്തെ ദിവസം ഇംഗ്ലീഷിൽ ഫോറിൻ വേർഡ്സ് മിനിമം ഒരു 10 നോക്കണം. പിന്നെ അതുകൂടാതെ തന്നെ കെമിസ്ട്രിയിൽ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും പിന്നെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിങ്ങും നോക്കുക. 27 റിവിഷൻ ആണ്. 28 കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്കിങ്ങും കെമിസ്ട്രി രസതന്ത്രത്തിലെ ലോഹ നിർമ്മാണവും പിന്നെ സിനോണിംസും പഠിക്കണം. 29 രസതന്ത്രത്തിലെ അലോഹ സംയുക്തങ്ങൾ, കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത്, പിന്നെ അതിന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തക സംവിധാനം, ഇത് മൂന്നുമാണ് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷും മലയാളം അന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ 30ാമത്തെ ദിവസം കോൺസ്റ്റിറ്റ്യൂഷനിലെ നമ്മുടെ ഭരണഘടന, പിന്നെ മാത്സിലെ ശതമാനം പെർസെൻറ്റേജ് പഠിക്കണം. ഇപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ, മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ ശതമാനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടെത്തി പഠിക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നത്, അപ്പം നമുക്ക് കുറച്ചും കൂടി എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതും മനസ്സിലാവും. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഗവൺമെന്റും പിന്നെ മാത്സിന്റെ ശതമാനവും ബാക്കി പഠിക്കാം. 32ാമത്തെ ദിവസം കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും, പിന്നെ 2023 ഏപ്രിലിലെ കറണ്ട് അഫയേഴ്സ്. പിന്നെ 33ാമത്തെ ദിവസം ധനതന്ത്രശാസ്ത്രം നമ്മൾ ആരംഭിക്കുകയാണ്. ഇക്കണോമിക്സ്, അതിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, അതുകൊണ്ടാണ് 3 ഒരുമിച്ചിട്ടിട്ടുള്ളത്. കരുതലോടെ ചെലവിടാം, ഉൽപാദന പ്രക്രിയയിലൂടെ പ്രകൃതിയുടെ വരദാനം. ഇപ്പൊ നോക്കിയേ, നമ്മൾ ഏകദേശം ഏതൊക്കെ കഴിഞ്ഞു, രസതന്ത്രം അല്ലെ, അത് കഴിഞ്ഞു. കേരള ജോഗ്രഫി കഴിഞ്ഞു, പിന്നെ ഇന്ത്യ ജോഗ്രഫി കഴിഞ്ഞു. അപ്പൊ ധനതത്വശാസ്ത്രം, അതിന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടറും പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതെപ്പോഴും റിവിഷൻ ചെയ്യണം. ഇടയ്ക്ക് നമ്മൾ ഇപ്പം കേരള ജോഗ്രഫി ഇന്ത്യ ജോഗ്രഫിയും പഠിച്ചു കഴിഞ്ഞാലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അത് ഫുള്ളായിട്ട് ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്യണം. ജസ്റ്റ് ക്ലാസ്സുകൾ ഇപ്പോൾ വീഡിയോസ് തന്നെ ഒരു 2x സ്പീഡിലൊക്കെ ഇട്ട് കേട്ടാലും മതി. അപ്പം മറന്നുപോവില്ല, റിവിഷൻ വേണം എന്തായാലും. ഇനി 35ാമത്തെ ദിവസം ധനതത്വശാസ്ത്രത്തിലെ സാമ്പത്തിക സ്രോതസ്സുകളും സമ്പദ് ശാസ്ത്രങ്ങളും, പിന്നെ മാത്സിൽ ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കണം. പിന്നെ 36ാമത്തെ ദിവസം ധനതത്വശാസ്ത്രം അഥവാ ഇക്കണോമിക്സിൽ ഏതാണ്, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും പിന്നെ ദേശീയ വരുമാനം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ദേശീയ വരുമാനം തന്നെ +1 +2 നമുക്ക് NCERT പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്താം കേട്ടോ. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. പിന്നെ മാത്സിൽ ഇത് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നെ ഇന്നും പഠിക്കാം. 37ാമത്തെ ദിവസം സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും പിന്നെ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്നുള്ളതും ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റ് പഠിക്കണം. 38ാമത്തെ ദിവസം പൊതുചിലവും പൊതുവരുമാനവും 2023 മെയിലെ കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നോക്കുക. അടുത്തത് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും പഠിക്കണം. മലയാളത്തിലെ സമാന പദവും കായികത്തിലെ നാഷണൽ ഗെയിം ദേശീയ ഗെയിംസും നോക്കണം. പിന്നെ മലയാളം ചേർത്തെഴുതുക. അപ്പൊ നമ്മൾ ഇനി പൊതുഭൂമിശാസ്ത്രത്തിലേക്ക് കടക്കുവാണ്. ഇക്കണോമിക്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൊതുഭൂമിശാസ്ത്രത്തിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ, നമുക്ക് നോക്കാം. ഭൂമി, കഥയും കാര്യവും, വൈവിധ്യങ്ങളുടെ ലോകം. പിന്നെ 41 റിവിഷൻ. 42ലേക്ക് വരുമ്പോൾ മലയാളം പിരിച്ചെഴുതുക. പിന്നെ പൊതുഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഭൂപടങ്ങളുടെ പൊരുൾ തേടി, ഭൂമിയും ജീവലോകവും, സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. പിന്നെ അടുത്ത ദിവസം ഭൗമരഹസ്യങ്ങൾ തേടി, അതിന്റെ കൂടെ തന്നെ പിരിച്ചെഴുതുകയും സാധാരണ പലിശയും കൂട്ടുപലിശയും, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
പിന്നെ അടുത്തത് പൊതുഭൂമി ശാസ്ത്രത്തിൽ നിന്ന് ഭൂപടങ്ങൾ വായിക്കാം. പിന്നെ സാധാരണ പലിശയും കൂട്ടുപലിശയും ബാക്കി പഠിക്കണം. മലയാളം ചേർത്തെഴുതുക. 45-ാമത്തെ ദിവസം ഇംഗ്ലീഷിൽ ഫ്രേസൽ വെർബ് നോക്കുക. പിന്നെ പൊതുഭൂമി ശാസ്ത്രത്തിൽ നിന്ന് ഭൂമിയുടെ പുതപ്പ്, ഭൂമിയിലെ ജലം എന്നിവയും. മാത്സിൽ അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അത് മാത്സിൽ നിന്ന് പഠിക്കണം. 46-ാമത്തെ ദിവസം ആ മാത്സിന്റെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ തന്നെ ഇന്നും പഠിക്കാം. പിന്നെ അതുകൂടാതെ പൊതുഭൂമി ശാസ്ത്രത്തിൽ നിന്ന് സർവവും സൂര്യനാൽ എന്ന ചാപ്റ്ററും മലയാളം പര്യായവും. അപ്പൊ മലയാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടുതരാം, നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടുതരാം. അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, അങ്ങനെയൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലിൽ നിന്ന് മിനിമം 10 എണ്ണം എങ്കിലും ഓരോ ദിവസവും പഠിക്കണം കേട്ടോ. 47-ാമത്തെ ദിവസം പൊതുഭൂമി ശാസ്ത്രം, അതിൽ കാലത്തിന്റെ കയ്യൊപ്പുകൾ. പിന്നെ ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സ് 2023 ജൂണിലെ കറണ്ട് അഫയേഴ്സ്. പിന്നെ 48-ാമത്തെ ദിവസം റിവിഷൻ ആണ്. 49-ല് പ്രകൃതിയുടെ കൈകളാൽ, അത് പൊതുഭൂമി ശാസ്ത്രത്തിൽ നിന്നുള്ളത്. പിന്നെ ആർട്ടിക്കിൾസ്, പിന്നെ കായികമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അവാർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ തന്നെയുള്ള അവാർഡുകൾ നോക്കാം. പിന്നെ സമുദ്രവും മനുഷ്യനും ആർട്ടിക്കിൾ ഇന്നും കൂടി പഠിക്കാം. 3 ദിവസം ആർട്ടിക്കിളിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ സാഹിത്യത്തിലെ മലയാള സിനിമയും പ്രധാനപ്പെട്ട അവാർഡുകൾ. 51-ാമത്തെ ദിവസം സമയവും ദൂരവും. പിന്നെ പൊതുഭൂമി ശാസ്ത്രത്തിൽ നിന്ന് ഋതുഭേദങ്ങളും സമയവും. 52-ാമത്തെ ദിവസം ജൂലൈയിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. പിന്നെ കാറ്റിന്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററും മാത്സിലെ സമയവും ദൂരവും പഠിക്കുക. 53-ാമത്തെ ദിവസം മലയാളത്തിലെ പദശുദ്ധി, പൊതുഭൂമി ശാസ്ത്രത്തിലെ ഭൂതല വിശകലനവും ഭൂപടങ്ങളിലൂടെ, ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്നത് പഠിക്കുക. അപ്പൊ ഇത് ഇത്രയും ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്രയും വീഡിയോ ഇത്രയും ഡേയ്സ് കണ്ടിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ പഠിച്ചു തുടങ്ങുക, എന്തായാലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഓരോ ദിവസം പഠിക്കേണ്ടത് എന്തൊക്കെയാന്നുള്ളത് ഞാൻ ഓരോ ദിവസം ഇട്ട് തരാം കേട്ടോ. അല്ലാതെ PDF ഇല്ലാത്തത് കൊണ്ട് ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ ഇട്ട് തരാം. 54-ാമത്തെ ദിവസം റിവിഷൻ ആണ്. 55-ലേക്ക് വരുമ്പോൾ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും, പൊതുഭൂമി ശാസ്ത്രമായി റിലേറ്റ് ചെയ്ത്. പിന്നെ ഇംഗ്ലീഷിലെ പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്. 56-ാമത്തെ ദിവസം അപ്പൊ പൊതുഭൂമി ശാസ്ത്രം കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ കേരള ഭരണവും പിന്നെ ഇമ്പോർട്ടന്റ് ആക്ട്സ് ഉണ്ടല്ലോ, അതായത് സുപ്രധാന നിയമങ്ങൾ, ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതായത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് SCERTയിൽ നിന്നും, ബാക്കി കുറച്ച് റാങ്ക് ഫയല് അല്ലെങ്കിൽ പിന്നെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഗവൺമെന്റിന്റെ സൈറ്റിൽ നിന്നൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളത് ആദ്യം SCERT ഉൾപ്പെടുത്തിയിട്ട് പിന്നെ നമ്മൾ ആ ടോപ്പിക് ഏതൊക്കെയാണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ജനങ്ങൾക്ക് വേണ്ടി, പിന്നെ ജനാധിപത്യവും അവകാശവും എന്ന് പറയുന്ന SCERTയിലെ ചാപ്റ്റർ നോക്കാം. പിന്നെ ഇംഗ്ലീഷിലെ പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ് ഒന്ന് നോക്കണം. പിന്നെ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും സുരക്ഷിതമായ നാളേക്ക് എന്ന ചാപ്റ്റർ നോക്കണം. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ് നോക്കുക. പിന്നെ അടുത്ത പൊതുഭരണം ഇമ്പോർട്ടന്റ് ആണ്. ഈ പൊതുഭരണം എന്ന ചാപ്റ്റർ രാഷ്ട്രവും തന്ത്രശാസ്ത്രവും എന്ന ചാപ്റ്ററും. പിന്നെ ഇംഗ്ലീഷിലെ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ്. 59-ൽ വരുമ്പോൾ നോക്കി കറണ്ട് അഫയേഴ്സ് 2023 ഓഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സ് നോക്കണം. അത് കൂടാതെ കണ്ടോ, അതായത് ഇനിയുള്ളത് ടോപ്പിക്സ് ഇട്ടിരിക്കുകയാണ്. ആ ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തി പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളിൽ ടോപ്പിക്സിൽ വരുന്നതാണ്, നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെ. അപ്പൊ ടോപ്പിക്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ SCERTയിൽ ഇച്ചിരി ഉള്ളൂ, അത് നമ്മൾ കുറച്ചും കൂടി സൈറ്റ് ഒക്കെ നോക്കി പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള. ഒന്നാമത്തെ വിവിധ കമ്മീഷൻസ്, ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ അല്ലെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കമ്മീഷൻസ് പഠിക്കണം. അത് ഒന്നിട്ടേക്കുന്ന ഇനിയും വരുന്നുണ്ട്, ഇനിയും അത് പഠിക്കാനുള്ള സമയമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി പഠിക്കണം, മലയാളം വാക്യശുദ്ധി. 60-ാമത്തെ ദിവസം നോക്കി തണ്ണീർത്തട സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം, തൊഴിലും ജോലിയും, അതുകൂടാതെ മലയാളത്തിലെ പരിഭാഷ. പിന്നെ 61-ാമത്തെ ദിവസം റിവിഷൻ ആണ്. 62-ലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിലെ ചേഞ്ച് ഓഫ് ജെൻഡർ പഠിക്കുക. പിന്നെ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, അത്രയും ടോപ്പിക് നമ്മൾ പഠിക്കണം. 63-ാമത്തെ ദിവസം ഒരു SCERT ചാപ്റ്റർ ആണ്, ഉപഭോക്താവ്, സംതൃപ്തിയും സംരക്ഷണവും. അതിന്റെ കൂടെ മലയാളം പരിഭാഷ പഠിക്കാം. അപ്പൊ ആ ചാപ്റ്റർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് പഠിക്കാം, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ടോപ്പിക് റാങ്ക് ഫയൽ നോക്കിയാൽ നമുക്ക് കിട്ടും അല്ലെ. റാങ്ക് ഫയൽ അല്ലെങ്കിൽ സൈറ്റിൽ നോക്കിയാൽ കിട്ടും, അത് പഠിക്കണം. പിന്നെ ഇംഗ്ലീഷിലെ കളക്റ്റീവ് നൗൺ നോക്കണം. 64-ാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് SC ആൻഡ് ST, നാഷണൽ കമ്മീഷൻ, പിന്നെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ, അതൊക്കെ SC STയുടെ കാര്യങ്ങൾ പഠിക്കാം. ഇംഗ്ലീഷിൽ സിംഗുലർ പ്ലൂരൽ നോക്കാം.
65-ാമത്തെ ദിവസം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പിന്നെ പോക്സോ ആക്ട് 2012, പിന്നെ വിവിധ കമ്മീഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞില്ല, അതുപോലെ ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അങ്ങനെയുള്ള കമ്മീഷൻസ് ഒക്കെ ഇവിടെ നോക്കുക. പിന്നെ ഇംഗ്ലീഷിൽ കോമ്പൗണ്ട് വേർഡ്സ്, പിന്നെ ഇംഗ്ലീഷിൽ പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, അത് കേരള ഭരണമായ സുപ്രധാന നിയമമായി റിലേറ്റ് ചെയ്തതാണ്. 67-ാമത്തെ ദിവസം നമ്മൾ പിന്നെ ബയോളജി ആൻഡ് ലൈഫ് സയൻസിലേക്ക് കടന്നിരിക്കുകയാണ്. അതിലുള്ള ചാപ്റ്റേഴ്സ്, SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ആദ്യം സസ്യലോകത്തെ അടുത്തറിയാം, പിന്നെ വിത്തിനുള്ളിലെ ജീവൻ, ഇംഗ്ലീഷിൽ ടെൻസ്. 68-ാമത്തെ ദിവസം റിവിഷൻ ആണ്. 69-ലേക്ക് വരുമ്പോൾ അറിവിന്റെ ജാലകങ്ങൾ, അകറ്റി നിർത്താം രോഗങ്ങളെ, പിന്നെ ഇംഗ്ലീഷിൽ ടെൻസ് ബാക്കി പഠിക്കുക. അതിനോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് 2023 സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. 70-ാമത്തെ ദിവസം ജീവശാസ്ത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജന്തുവിശേഷങ്ങളും ജീവന്റെ ചെപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്ററും മാത്സിലെ ശരാശരി ആവറേജ് പഠിക്കണം. പിന്നെ അടുത്ത ദിവസം പൂവിൽ നിന്ന് പൂവിലേക്കും ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ചാപ്റ്റർ, മാത്സിന്റെ ശരാശരി ബാക്കി നോക്കുക. അതോടൊപ്പം തന്നെ 2023 ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സും പഠിക്കാം. 72-ാമത്തെ ദിവസം ഒന്നിച്ച് നിലനിൽക്കാം, പിന്നെ രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന ചാപ്റ്റർ, മാത്സിലെ കൃത്യംഗങ്ങൾ എക്സ്പോണൻസ് പഠിക്കണം. അടുത്ത ദിവസം മണ്ണിൽ പൊന്നു വിളയിക്കാം, അന്നപദത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സും കൃത്യംഗങ്ങൾ ബാക്കിയും, പിന്നെ 2023 നവംബറിലെ കറണ്ട് അഫയേഴ്സ് നോക്കുക. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ചലഞ്ച് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി 74, നിർമ്മലമായ പ്രകൃതിക്കായി പ്രാണവായുവും ജീവരക്തവും, അതിന്റെ കൂടെ ഇംഗ്ലീഷിൽ ടെൻസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ് നോക്കണം. പിന്നെ റിവിഷൻ ആണ്. 76-ാമത്തെ ദിവസം കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, അതിന്റെ കൂടെ ഇംഗ്ലീഷിലെ സിനോണിംസും മലയാളത്തിലെ പര്യായവും. വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ, അപ്പൊ പഠിക്കാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടും. 77-ാമത്തെ ദിവസം കോശജാലങ്ങൾ, വിളവെടുക്കാം വിളനിലങ്ങൾ, പിന്നെ ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻ നോക്കണം. 2023 ഡിസംബറിലെ കറണ്ട് അഫയേഴ്സ്. 78-ാമത്തെ ദിവസം തരംതിരിക്കുന്നത് എന്തിന് എന്ന് പറയുന്ന ബയോളജിയുടെ ചാപ്റ്ററും, പിന്നെ ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻ ബാക്കി നോക്കുക. 79-ല് വൈവിധ്യം നിലനിൽപ്പിന് എന്ന ചാപ്റ്റർ, പിന്നെ നമ്മൾ മാത്സിലെ ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തി തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അത് ഇന്നുണ്ട്. പിന്നെ അടുത്ത 80-ാമത്തെ ദിവസം അതിന്റെ ബാക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് 89-ാമത്തെ ദിവസവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 80-ാമത്തെ ദിവസം പിന്നെ തലമുറകളുടെ തുടർച്ചയ്ക്ക് എന്നുള്ള ചാപ്റ്റർ പഠിക്കണം. പിന്നെ 81-ാമത്തെ ദിവസം ജീവമണ്ഡലത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്ന ചാപ്റ്ററും 2024 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ്. ഇപ്പൊ ജൂണിലൊക്കെയാണ് ഈ എക്സാം, അല്ലെങ്കിൽ ജൂലൈയിലൊക്കെ ആണെങ്കിൽ തൊട്ട് 2 മാസം മുമ്പുള്ളത് വരെ, അതായത് ജൂണിലാണെങ്കിൽ ഒരു മാർച്ച് വരെയെങ്കിലും മിനിമം പഠിക്കുക, ഏപ്രിൽ മെയ് വേണ്ട. ഓക്കെ, അങ്ങനെ മിനിമം പഠിച്ചെടുക്കണം കേട്ടോ നമ്മൾ. 82 റിവിഷൻ. 83 ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിലെ ആഹാരം അന്നപദത്തിൽ എന്നതും, ഇംഗ്ലീഷിലെ യൂസ് ഓഫ് കോറിലേറ്റീവ്സും. 84-ാമത്തെ ദിവസം ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്, പിന്നെ ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് നോക്കണം. പിന്നെ തൊട്ടടുത്ത ദിവസം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ ബാക്കിയും ഊർജത്തിനായി ശ്വസിക്കാം എന്നുള്ളത്. 86-ാമത്തെ ദിവസം വിസർജനം സമസ്ഥിതി പാലനത്തിന്, പിന്നെ മാത്സിലെ പ്രോഗ്രഷൻസ് നോക്കണം. അത് അടുത്ത ദിവസം നോക്കാം. പിന്നെ ചലനത്തിന്റെ ജീവശാസ്ത്രം എന്നുള്ള ലൈഫ് സയൻസിലെ ചാപ്റ്റർ നോക്കണം. നമുക്കറിയാം എന്താണ്, ബയോളജി ആൻഡ് ലൈഫ് സയൻസിന് 6 മാർക്കാണുള്ളത്, അതുകൊണ്ട് വിട്ട് കളയരുത്. പിന്നെ കെമിസ്ട്രിക്കും ഫിസിക്സിനും 3 മാർക്ക് വീതമാണ് കേട്ടോ ഉള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സ് അറിയാലോ, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഇനി 88-ലേക്ക് വരുമ്പോൾ വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും, പിന്നെ മാത്സിലെ പ്രോഗ്രഷൻസ് തന്നെ നോക്കുക. കറണ്ട് അഫയേഴ്സ് 2024 ഫെബ്രുവരിയിൽ നോക്കണം. പിന്നെ 89-ാമത്തെ ദിവസം റിവിഷൻ ആണ്. 90-ാമത്തെ ദിവസം അറിയാനും പ്രതികരിക്കാനും, ഇംഗ്ലീഷിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അറിവിന്റെ വാതായനങ്ങൾ മലയാളം പരിഭാഷ, പിന്നെയോ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ, പിന്നെ മലയാളം ഒറ്റപ്പദം. പിന്നെ കൊടുത്തിട്ടുള്ളത് 2021 കറണ്ട് അഫയേഴ്സ്. 2021-ലെയും 2022-ലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ സ്പോർട്സ്, വെന്യൂസ്, അവാർഡ്സ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കി പോവാം. അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 2021-ലെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആയത് നോക്കണം. പിന്നെ അത് കൂടാതെ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്ററും, ഇംഗ്ലീഷിലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അടുത്ത ദിവസം പ്രതിരോധത്തിന്റെ കാവലാളുകളും, പിന്നെ ഇംഗ്ലീഷിലെ ആക്റ്റീവ് ആൻഡ് പാസീവും. പിന്നെ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ, അത് കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് അതിന്റെ കൂടെ മലയാളം വിപരീതം പഠിച്ചാൽ മതി. പിന്നെ റിവിഷൻ ആണ്. 97-ാമത്തെ ദിവസം നാളെയുടെ ജനിതകം, ജീവൻ പിന്നിട്ട പാതകൾ എന്ന ചാപ്റ്റേഴ്സ്, മലയാളത്തിലെ ശൈലികളും പഴഞ്ചൊല്ലുകളും. 98 ഇപ്പൊ നമ്മള്
ഇപ്പൊ ഏതാ കഴിഞ്ഞത്? ജീവശാസ്ത്രം, ലൈഫ് സയൻസ് കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു, ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇന്ത്യ ജോഗ്രഫി, പൊതുഭൂമി ശാസ്ത്രം അല്ലെ, അതൊക്കെ കഴിഞ്ഞു. കമ്പ്യൂട്ടർ കഴിഞ്ഞു, പിന്നെന്താണ് ധനതത്വശാസ്ത്രം കഴിഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾ ഓരോന്ന് കഴിഞ്ഞ് മാറ്റി വെച്ചേക്കാണ് അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചരിത്രത്തിലേക്കാണ്. ആദ്യം നമുക്ക് കേരള ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പഠിക്കാം. കേരള ചരിത്രത്തിലെ നവകേരള സൃഷ്ടിക്കായി, പിന്നെ ഇംഗ്ലീഷിലെ കറക്ഷൻ ഓഫ് സെന്റൻസും, പിന്നെ അടുത്ത ദിവസം കേരളം ആധുനികതയിലേക്ക്, അതിന്റെ കൂടെ മലയാളം സമാന പദം നോക്കണം. പിന്നെയോ മധ്യകാല കേരളം, അതിൽ കറക്ഷൻ ഓഫ് സെന്റൻസ് തന്നെ ബാലൻസ് നോക്കുക. പിന്നെ കേരള ചരിത്രത്തിലെ കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ, അതിന്റെ കൂടെ മലയാളം ചേർത്തെഴുതുകയും നോക്കുക. ഇപ്പൊ ഈ വൊക്കാബുലറി ഒക്കെ വന്നിട്ടുണ്ടല്ലോ മലയാളവും ഇംഗ്ലീഷിലും, അതൊക്കെ ഒരു ദിവസം അല്ലാട്ടോ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഒരു ദിവസം 10 പഠിച്ച് അടുത്ത ദിവസം കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 102-ാമത്തെ ദിവസം ഇന്ത്യ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു. ഇന്ത്യ ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. പിന്നെ റിവിഷൻ ആണ്. അത് കഴിഞ്ഞ് 104-ാമത്തെ ദിവസം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, പിന്നെ മലയാളത്തിലെ വചനം പഠിക്കണം. പിന്നെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, അതിന്റെ കൂടെ മലയാളം പിരിച്ചെഴുതുക ചെയ്തു നോക്കണം. പിന്നെ ഇന്ത്യ ചരിത്രത്തിലെ സംസ്കാരവും ദേശീയതയും, മലയാളം ഘടകപദം. 107-ാമത്തെ ദിവസം ഇന്ത്യ ചരിത്രത്തിലെ സമരവും സ്വാതന്ത്ര്യവും, പിന്നെ ഇംഗ്ലീഷിലെ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. പിന്നെ 2022 ഇമ്പോർട്ടന്റ് ആയ കറണ്ട് അഫയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ തന്നെ 2022 പഠിച്ചെടുക്കണം. അടുത്ത ദിവസം അതൊക്കെ തന്നെ 2022 കറണ്ട് അഫയേഴ്സ്, പിന്നെ ഇന്ത്യ ചരിത്രത്തിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും, ഇംഗ്ലീഷിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടും. പിന്നെ 109-ാമത്തെ ദിവസം ലോക ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതിൽ യൂറോപ്പ് പരിവർത്തന പാതയിലും, പിന്നെ വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് ഇംഗ്ലീഷിൽ പഠിക്കുക. പിന്നെ 110-ാമത്തെ ദിവസം റിവിഷൻ ആണ്. 111 ലോക ചരിത്രത്തിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, നമുക്കറിയാം കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് 111-ാമത്തെ ദിവസം അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് സ്പെല്ലിംഗ് ടെസ്റ്റ് നോക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. അതിന് തൊട്ടടുത്ത ദിവസം ആ ചാപ്റ്ററും അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷിലെ ഇഡിയംസും പഠിക്കാം. പിന്നെ ലോകം 20-ാം നൂറ്റാണ്ടിൽ, അതിന്റെ കൂടെ തന്നെ റീസണിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റീസണിങ്ങിൽ സീരീസ് ഉണ്ടല്ലോ, അത് നോക്കണം. ലോകം 20-ാം നൂറ്റാണ്ടിലും വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് 114-ാമത്തെ ദിവസം നമുക്ക് നോക്കാം. പിന്നെ റീസണിങ്ങിലെ ഫാമിലി റിലേഷൻസ് പഠിക്കണം. അടുത്തത് കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം, അത് ലോക ചരിത്രമാണ്. പിന്നെ റീസണിങ്ങിലെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് നോക്കണം. പിന്നെ ലോക ചരിത്രത്തിലെ 3 കാര്യങ്ങൾ, ഇത് കുറച്ച് എന്താ പറയുക ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നമുക്ക് ചോദിക്കാറുണ്ട്. സാധാരണ രീതിയിൽ ഇതങ്ങനെ കാണാറില്ല എന്നല്ല, സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, പക്ഷെ നമുക്ക് പഠിക്കണം. ഏതൊക്കെയാണ്? ചരിത്രത്തിലേക്ക്, കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്, ആദ്യകാല മനുഷ്യജീവിതം, അതിന്റെ കൂടെ റീസണിങ്ങിലെ സ്ഥാന നിർണയ പരിശോധന. പിന്നെ 117-ാമത്തെ ദിവസം റിവിഷൻ. 118 നദീതട സംസ്കാരങ്ങളിലൂടെയും, പിന്നെ റീസണിങ്ങിലെ അനലോഗിയും ഓഡ്മാൻ ഔട്ടും. പിന്നെ വിപ്ലവങ്ങളുടെ കാലം, നമ്മൾ 2011 SCRT, ഇപ്പൊ ഉള്ളതല്ല, ഇപ്പൊ നമ്മൾ സമഗ്ര കയറുമ്പോൾ കിട്ടുന്ന SCRT അല്ല, 2011 SCRT എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കിട്ടും കേട്ടോ, ലോക ചരിത്രമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിപ്ലവങ്ങളുടെ കാലം എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ ടെക്സ്റ്റ് എങ്ങനെ എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. സമഗ്ര എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് മീഡിയം വേണോ മലയാളം മീഡിയം വേണോ, LDC മലയാളത്തിലാണ് ഉള്ളത്. അപ്പോൾ ആ മലയാളം മീഡിയം ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ് വെക്കുക, ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനേ ഉള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് 2011 ടെക്സ്റ്റിലുള്ളതാണ്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. വിപ്ലവങ്ങളുടെ കാലം. പിന്നെ റീസണിങ്ങില് സംഖ്യാവലോകന പ്രശ്നങ്ങൾ. 120-ാമത്തെ ദിവസം ലോക ചരിത്രത്തിലെ 2-ാം ലോകയുദ്ധവും സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയും, ഇതും 2011 പിന്നെ റീസണിങ്ങിലെ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങും സെൻസ് ഓഫ് ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ലോക ചരിത്രവും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് ആണ്. നോക്കാം. 3 ചാപ്റ്റേഴ്സ് വലിയതല്ലാത്തത് കൊണ്ട് 3 ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്, നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. മാനത്തെ നിഴൽ കാഴ്ചകൾ, ഊർജത്തിന്റെ ഉറവകൾ, പിന്നെ ഇത്തിരി ശക്തി ഒത്തിരി ജോലി. റീസണിങ്ങില് ടൈം ആൻഡ് ആംഗിൾസ് നോക്കണം. ആ 2 ദിവസമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫിസിക്സിലെ ബഹിരാകാശം, വിസ്മയങ്ങളുടെ ലോകം, മാറ്റത്തിന്റെ പൊരുൾ, ചലനത്തിനൊപ്പം. പിന്നെ ആകർഷിച്ചും വികർഷിച്ചും, തിങ്കളും താരങ്ങളും, അത് ഫിസിക്സിലെ. പിന്നെ റീസണിങ്ങില് ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ക്ലോക്കും അതിന്റെ റിഫ്ലക്ഷനും, അതും 2 ദിവസം കൊടുത്തിട്ടുണ്ട്. റിവിഷൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസം അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിസിക്സിലെ പ്രകാശ വിസ്മയങ്ങൾ, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ന ചാപ്റ്റർ.
പിന്നെ 126ാമത്തെ ദിവസം മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും, പിന്നെ താപം ഒഴുകുന്ന വഴികൾ. റീസണിങ്ങിൽ ഡേറ്റ് ആൻഡ് കലണ്ടർ. ഡേറ്റ് ആൻഡ് കലണ്ടർ ഇമ്പോർട്ടന്റ് ആണ്, അത് 2 ദിവസം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഭൗതികശാസ്ത്രത്തിലെ അളവുകളും യൂണിറ്റുകളും ചലനവും. പിന്നെ ബലം, കാന്തികത. റീസണിങ്ങിൽ ക്ലറിക്കൽ എബിലിറ്റി. ഈ ബലം, കാന്തികത അല്ലെങ്കിൽ പവർ അങ്ങനെയൊക്കെ ഉള്ളത് പറയുമ്പോൾ, ശബ്ദം അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ റാങ്ക് ഫയലിൽ ആ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ടോപ്പിക് ഉണ്ടാവുമല്ലോ, അതും കൂടി എക്സ്ട്രാ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 129ാമത്തെ ദിവസം പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിലും ശബ്ദവും. ഈ 2 പഠിക്കാം. ഇത് 2 മാത്രമേ 129ാമത്തെ ദിവസം ഉള്ളൂ. പിന്നെ 130 സ്ഥിത വൈദ്യുതി ദ്രവബലങ്ങൾ. അതിന്റെ കൂടെ സാഹിത്യമായി റിലേറ്റ് ചെയ്ത് എഴുത്തുകാരും തൂലികാനാമവും അപരനാമവും, പിന്നെ കഥാപാത്രവും കൃതികളും. ഇന്ന കഥാപാത്രം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്, അങ്ങനെ വരാറില്ലേ, അതും പഠിക്കണം. പിന്നെ 131 റിവിഷൻ ആണ്. 132 ഭൗതികശാസ്ത്രത്തിൽ നിന്ന് ചലന സമവാക്യങ്ങളും ചലനവും ചലന നിയമങ്ങളും. പിന്നെ സാഹിത്യത്തിലെ വരികൾ, കൃതികൾ, എഴുത്തുകാർ. ഇപ്പൊ ഒരു വരി തന്നിട്ട് അത് ഏതിൽ നിന്ന്, ഏത് കൃതി അല്ലെങ്കിൽ ആരെഴുതി അങ്ങനെ ചോദിക്കാം, അതുകൊണ്ടാണ്. 133 ഗുരുത്വാകർഷണവും പ്രവൃത്തി ഊർജം പവർ. പിന്നെ സാഹിത്യത്തിൽ നിന്ന് ജ്ഞാനപീഠം മലയാളി. ഒരു ജ്ഞാനപീഠം പഠിക്കുമ്പോൾ ഒന്നാമത്തെ ആർക്ക് കിട്ടി, 2ാമത്തെ കിട്ടി, ഒരു 3ാമത്തെ വരെങ്കിലും പഠിക്കാം. അത് കഴിഞ്ഞിട്ട് മലയാളിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന്റെ വർഷം, ആരാണ് വാങ്ങിച്ചത്, എന്തിനാണ് വാങ്ങിച്ചത് എന്നുള്ള രീതിയിൽ പഠിക്കാം. ഓക്കെ. പിന്നെ സാഹിത്യത്തിൽ പ്രധാന അവാർഡുകൾ, ബഹുമതികൾ. ഇപ്പം എന്താണ്, എഴുത്തച്ഛൻ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, പിന്നെ വയലാർ അവാർഡ് ഇല്ലേ, അതൊക്കെ പഠിക്കണം. 134ാമത്തെ ദിവസം ധാരവൈദ്യുതി വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. പിന്നെ സംസ്കാരത്തിൽ നിന്ന് പ്രധാന ആഘോഷം, സാംസ്കാരിക നായകരും സംഭാവനയും. ഇപ്പൊ സാംസ്കാരിക നായകർ പലരോ 10, 50, 60 എണ്ണമെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ 2-3 ദിവസം കൂടി ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ പഠിക്കും. ഇപ്പൊ തന്നെ ഓൾറെഡി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി അങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനിയും ചെയ്യാം. പഠിച്ചു പോകുമ്പോൾ ആ രീതിക്കൊരു 3-4 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുവാണെങ്കിൽ ആ രീതിക്ക് പഠിച്ചു പോവാം. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്താൽ മതി. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ പഠിച്ചു കഴിഞ്ഞാലും തൊട്ടടുത്ത ദിവസം റിവിഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എപ്പോൾ റിവിഷൻ ചെയ്യാൻ പറ്റുന്നു അപ്പോഴൊക്കെ റിവിഷന് വേണ്ടിയിട്ട് സമയം കൊടുക്കണം കേട്ടോ. പിന്നെ 135 തരംഗചലനം, പിന്നെ കലയിലെ ദൃശ്യശ്രവ്യ കലകൾ 2 ദിവസം കൊടുത്തിട്ടുണ്ട്. പിന്നെ 136ാമത്തെ ദിവസം ഭൗതികശാസ്ത്രത്തിൽ നിന്ന് വൈദ്യുത കാന്തിക ഫലവും പ്രകാശത്തിന്റെ പ്രതിപതനം. പിന്നെ വൈദ്യുത കാന്തിക പ്രേരണം പഠിക്കുക. കായികത്തിലെ ഇനങ്ങളും കളിക്കാരുടെ എണ്ണവും. പിന്നെ ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനം ഏതാണെന്നുള്ളത് നോക്കണം. 138ാമത്തെ ദിവസം റിവിഷൻ ആണ്. 139 പ്രകാശത്തിന്റെ അപവർത്തനം, പിന്നെ കായികമായി റിലേറ്റ് ചെയ്ത് താരങ്ങളും ഇനങ്ങളും, ഇന്നയാള് ഏതായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ. പിന്നെ കളികൾ, പദങ്ങൾ. പിന്നെ 140 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. 2024 മാർച്ചിലെ കറന്റ് അഫയേഴ്സ് അന്ന് ഓടിച്ചു നോക്കുക. പിന്നെ കായികത്തിലെ പ്രധാന സ്റ്റേഡിയങ്ങൾ എവിടെയാണ്, ഇന്ന സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളും പഠിക്കണം. 141ാമത്തെ ദിവസം ഊർജ പരിപാലനം പഠിക്കുക. കായികത്തിൽ നിന്ന് പ്രധാന ട്രോഫിയും ബന്ധപ്പെട്ട കായിക ഇനങ്ങളും. പിന്നെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, സാംസ്കാരിക നായകര് സംഭാവന, അത് പഠിക്കണം. 142 സംസ്കാര നായക സംഭാവനകളും തന്നെ പഠിക്കാം, അതിൻ്റെ കൂടെ തന്നെ റിവിഷൻ. 143, 44, 45 റിവിഷൻ ഉള്ള ദിവസങ്ങളാണ്. അപ്പോൾ ബാക്കി ഏതെങ്കിലും ഒരു ദിവസത്തെ പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി പഠിച്ചു പോവാം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഈ 1ാമത്തെ ദിവസം ഞാൻ ഇട്ട് തരുമല്ലോ, ടെലഗ്രാമിൽ ഇട്ട് തരുമ്പോൾ അത് ആ രീതിക്ക് തന്നെ പഠിക്കുക, ആ രീതിക്ക് ഒന്ന് എഴുതിയെടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഇന്നത് പഠിക്കണം, SCRT ഇന്ന ചാപ്റ്റർ. അത് കഴിഞ്ഞിട്ട് അന്നത് തീരുമ്പോൾ പഠിച്ച് തീരുമ്പോൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ഇട്ട് പോവാം. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം പഠിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നത്തെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ച് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്നും പഠിക്കുമ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് എല്ലാം ഒരുമിച്ച് എഴുതിയെടുക്കണ്ട. ഓരോ ദിവസം പഠിക്കുന്നതിന് മുമ്പ് അന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. പഠിച്ചു കഴിയുമ്പോൾ അതൊന്ന് ടിക്ക് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടൈം ടേബിൾ ആണെങ്കിലും നിങ്ങൾ വിശ്വസിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും SCRT എല്ലാം നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള എക്സ്ട്രാ എഫേർട്സ് എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം. എന്നും വർക്കൗട്ട് ചെയ്യുക. അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീതം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ടെലഗ്രാമിലാണ് കേട്ടോ ഇട്ട് തരുന്നത്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ സമയം വെച്ച് തന്നെ കറക്റ്റ് PSCയുടെ സമയം വെച്ച് തന്നെ വർക്കൗട്ട് ചെയ്യണം. പിന്നെയുള്ള ആ ബാക്കി ദിവസങ്ങളിൽ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് ചെയ്യുമ്പോൾ അതും കൂടി കണ്ടുപഠിക്കുക. ഓക്കെ. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.